ഭയങ്കര വലുതാ. എൻ്റെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. Hello guys, so this is our second day in Georgia. ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ ആണ്. അപ്പോൾ നമ്മൾ ടാക്സിയിൽ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ക്യാബ് വിളിക്കാൻ യൂസ് ചെയ്യുന്നത് ലാൻഡെക്സും ബോൾട്ട്, ഈ ഒരു 2 ആപ്പാണ്. ഇത് രണ്ടും കുറച്ച് അഫോർഡബിൾ ആണ്. രണ്ടിലും നമ്മൾ മാറി മാറി നോക്കാറുണ്ട് ഏതാണ് കുറച്ച് പ്രൈസ് കുറവുള്ളതെന്ന്. ഇനി അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ റെന്റിന് എടുക്കാം. നമ്മളത് ചെയ്യാതിരുന്നത്, നമുക്ക് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ, അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കാം. അതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്യാതിരുന്നത്. ഈ നാട്ടിലെല്ലാം ഓട്ടോമാറ്റിക് വണ്ടികളാണ്, എല്ലാം ഹൈബ്രിഡും EVs ഒക്കെയാണ്. EV അല്ല, അധികം ഇവിടെ കണ്ട ഹൈബ്രിഡ് വണ്ടികളാണ്. മാനുവലായിട്ടുള്ള ഒരു ഒറ്റ വണ്ടി ഞാൻ കണ്ടിട്ടില്ല ഈ നാട്ടിലൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇപ്പോൾ മാനുവലായിട്ട് ഇപ്പോഴും ഇഷ്ടമാണ് എല്ലാവർക്കും. പക്ഷെ എല്ലാവരും ഇവിടെ കൺവീനിയൻസാണ് നോക്കുന്നത്, കംഫർട്ട്. മാനുവൽ ഇപ്പോൾ ഒറ്റൊരാളെടുത്തും ഇല്ല ഈ നാട്ടിൽ. നമ്മൾ ഇത്രയും യാത്ര ചെയ്തിട്ട് ജപ്പാനിലും അതെ, ഒരു സ്ഥലത്തും ഇല്ല. അല്ല കഴിഞ്ഞ് ഔട്ട്ഡേറ്റഡ് ആയിട്ട് അവർ കരുതുന്നത്. ഫുള്ള് ഹൈബ്രിഡ് വണ്ടികളാണ് എല്ലായിടത്തും. സോ നമ്മളങ്ങനെ ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ സ്റ്റഫ് കയറിയിട്ട് മുകളിലോട്ടേക്ക് പോകാനുണ്ട്. വൻ സൈസാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പം ഇതിൽ ഭയങ്കര ചെറുതായിട്ട് ഇങ്ങനെ തോന്നും. ഓ അതാ പറഞ്ഞ, നമ്മളെല്ലാം മറ്റേ ഉറുമ്പ് നിന്ന പോലെ ഉണ്ടാവും ഇതിൻ്റെ അടുത്ത്. അടുത്തൊന്ന് പോയി കാണിച്ചു. ഇവിടെ ഇങ്ങനെ ഇതെല്ലാം ഉണ്ട്. പ്രാവിനൊന്നും ഒരു പേടിയില്ലല്ലോ. പ്രാവിന് അതെ, അപ്പൊ നമ്മള് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിൽ എത്തിയല്ലേ. ഇത് കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര ഫോട്ടോസ് കാണുന്ന പോലെ ഒന്നും അല്ല. ഭയങ്കര വലുത്, എനോമസ് ആയിട്ടുള്ളൊരു കല്ലിൽ പണിതൊരു ഐറ്റം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആൾക്കാരെങ്ങനെ ഇത് ഉണ്ടാക്കിയെന്നല്ലേ. ഇത്രയും ഹൈറ്റിൽ എനിക്ക് മനസ്സിലാവും നിൽക്കുന്നത്. ഇവിടെ കാണുന്നില്ല, ഈ ഒരു ചെറിയൊരു പെണ്ണിനെ കാണുന്നില്ലേ, അവളും ഇതിന്റെ സൈസ് നിങ്ങൾ നോക്ക്, എന്ത് ഹൈറ്റിലാണ്. മൊത്തത്തില് എന്തെല്ലോ നമ്മളെ കുറെ ഇവര് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, ഈ സ്ക്രിപ്റ്റും കുറെ ഉണ്ട് ഉള്ളില് അല്ലെ, കല്ലിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ. ഇവിടെ പുറത്തുണ്ട്. അതെ, പുറത്തുണ്ടോ ഇവിടെ ഇതെല്ലാം. പക്ഷെ ഓരോ തൂണിന്റെ ഫ്രണ്ടിലായിട്ടാ അവിടെ ഉണ്ട്, എല്ലാത്തിലും എന്തെങ്കിലും സ്റ്റോറിയോ ഉണ്ടാവും. നമുക്കത് അവിടെ ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ടോ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കിയാ എല്ലാത്തിലും ഒരു അവിടെ എഴുതി വെച്ചിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും മനസ്സിലാവില്ല ഭാഷ. ഫുള്ള് ജോർജിയൻ ഇതാവുന്നു. ഇതിലും ഇംഗ്ലീഷ് ഒന്നും ഇല്ല, ഇതില് ഇല്ല, വേറെ ലാംഗ്വേജ്. പക്ഷെ കുറെ ടൂറിസ്റ്റുകൾ ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഏകദേശം ഒരു 10 മണിക്ക് ആകുമ്പോഴേക്ക് എത്തിയിരുന്നു, 10:30 അല്ലേ. അതെ, അതുകൊണ്ട് പ്രോപ്പർ ടൈമിൽ എത്തുകയാണ് നമ്മുടെ ഭാഗ്യം. നല്ല കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റി, അല്ല നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു ഭംഗി ഉണ്ടല്ലോ, ഇത് എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ നമ്മള് വന്നിട്ട് ഇങ്ങനെ നോക്കി, കാരണം ഓരോന്നും ഡിഫറെന്റാ. ഓരോ കല്ലിലുള്ളതും ഓരോ സൈഡിലുള്ളതും ഭയങ്കര ഡിഫറെന്റാ. നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഓ, നോക്കിയതിന്റെ സൈസ് എനിക്ക് കണ്ടിട്ട് തന്നെ ഡൈജസ്റ്റ് ആവുന്നില്ല. നോക്കി എന്തെല്ലോ കല്ല് പണികൾ അവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നോക്കി ഈ സൈഡ്, പിന്നെ മുകളിലോളുണ്ട്. മുകളിലാണെങ്കിലും ശരിതാ,
കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നു. എക്സിസ്റ്റൻസിന്റെ എന്തോ സംഭവമാണ്, നമുക്ക് അതിനെ പറ്റിട്ട് കൂടുതൽ അറിയില്ല. ഇവളൊക്കെ അന്തം വിട്ട് നോക്കുന്നു. കഴുത്തൊടിഞ്ഞു പോകും. ഇതെനിക്ക് തോന്നുന്നു ഇവർ ഈ ഓരോ കല്ലില് പണി ചെയ്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്തതാന്ന് തോന്നുന്നു. കാരണം ഓരോന്നിലും ഗ്യാപ്പ് വരുന്നുണ്ട്. അതല്ല പിന്നെ ഗ്യാപ്പായി പോയതാണോ, അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. ഈ ഒരു അല്ല എങ്ങനെ ഇവർ കൊത്തി കല്ലിൽ കൊത്തി ഉണ്ടാക്കി ഫുള്ളി ഇങ്ങനെ കല്ലില് പകുതിയായിട്ട് വെച്ചിട്ടല്ലേ എന്ത് തോന്നുന്നു, അങ്ങനെ പണിയെടുത്തിട്ട് ഫിക്സ് ചെയ്തതാ. ഓരോ കല്ല് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിട്ടല്ലേ എനിക്കറിയില്ല. ഒരു ടൈൽസ് എല്ലാം ഫിക്സ് ചെയ്ത പോലെ കൊള്ളാം. ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഇപ്പൊ നോക്കിയായിരുന്നു എന്താ അതിന്റെ ഒരു ഹിസ്റ്ററി എന്നൊക്കെ. അപ്പൊ ഇത് 1985 പോലെ പണി തുടങ്ങിയത്. ഏകദേശം ഒരു 35 meters ഹൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം എത്ര അതിന്റെ ഒരു. പിന്നെ ഇത് ഇവിടെ നിന്ന് നോക്കിയുണ്ടല്ലോ, ഇതിന്റെ മുമ്പാകെ കാണിച്ചു കൊടുത്തേ. ഇവിടെ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് നിങ്ങൾ ദൂരെ നോക്കിയാൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ എല്ലാവർക്കും അങ്ങ് സിറ്റി പോലെ കണ്ടില്ല ദൂരെ. അതാണ് ഈ തിബിലിസി സിറ്റി. തിബിലിസി സിറ്റി. അതെ, ഇവിടുന്ന് എല്ലാം നല്ലൊരു വ്യൂ ഉണ്ടാവും. അപ്പോൾ തിബിലിസിന്റെ ഒരു CEO ഉണ്ട് ഇവിടെ, അതും കാണാം ഇവിടെ നോക്കിയത് താഴോട്ട്. അതെ, അപ്പോൾ അത് കാരണം ഇതിനെ സ്റ്റോൺ ഹെഞ്ച് ഓഫ് തിബിലിസി എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു പേരുണ്ട്. ഇത് ഈ ചിത്രങ്ങൾ മൊത്തം ഇവിടുത്തെ രാജാക്കന്മാരുടെയും പിന്നെ ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒക്കെ ഹിസ്റ്ററി എല്ലാം ഡെപ്പിക്ട് ചെയ്യുന്ന കുറേ പിക്സ് ആണ്. അപ്പോൾ എനിക്കല്ല, നമുക്കിതിനെ കുറിച്ച് അത്ര ഒരു ഇതില്ല ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച്. അപ്പം അറിയുന്നവർക്കൊക്കെ ഭയങ്കര മേ ബി ഇതൊരു ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ മനസ്സിലായിരിക്കും. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയത്. ഇത്രയും കഴിവുള്ള ആൾക്കാരൊക്കെ ആയിരുന്നല്ലോ അന്ന് സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെന്നാലേ. ഇപ്പോഴത്തെ മന്ത്രിമാരൊക്കെ നിങ്ങൾക്ക് പറയണ്ടല്ലോ, ഞാൻ പിന്നെയും തുടങ്ങും. ഒരു എയർപോർട്ട് ഉണ്ടാക്കിയാൽ പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്നു കുറച്ച് ദിവസത്തിൽ. ഇതൊക്കെ നോക്കി കണ്ടു പഠിക്കണം. അതിനെയും കൂടി ഫിക്സ് ചെയ്താൻ തോന്നുന്നു. അത് സെപ്പറേറ്റ് ആക്കിയതാ. അതിന്റെ മുകളിലെ സൈഡിലെ ആൾക്കാർ കയറുന്നുണ്ടോ, അതിലെ ആൾക്കാർ കയറുന്നുണ്ട്. അവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടോ, അത് നമുക്ക് കയറി നോക്കണം. ഇതിന്റെ താഴെ തന്നെ നിന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടൊന്നും അങ്ങനൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഭയങ്കര ഒരു 3D ഇത്, അല്ലാണ്ട് വെറുതെ കല്ലിൽ വരച്ചതല്ല, എംബോസ് ചെയ്ത, അതായത് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. 3D പിക്ചേഴ്സാ. അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഓ നൈസ്. സ്റ്റെപ്പല്ല, ഇതിൽ 3D പോലെ ഉണ്ട് കൊത്തി വെച്ചിട്ട്. ജോർജിയയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സംഭവം മിസ് ചെയ്യാൻ പാടില്ല. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ കുറെ പേരെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, കുറെ പേര് ഇവിടെ വന്നിട്ടില്ല. നല്ല സ്ഥലം ആക്ച്വലി. വരുന്ന വഴി അടിപൊളിയാ. ഒരു നല്ലൊരു സീ സൈഡിൽ ഇങ്ങനെ കറങ്ങിട്ട് കാറെല്ലാം നോക്കി. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് ബാക്കിൽ നല്ല വ്യൂ ഉണ്ട്, അത് നോക്കാം എന്തായാലും. കണ്ടോ, ഇവിടുന്നൊക്കെ ആൾക്കാർ കുറെ പിക്സ് എടുക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് അവിടെയും കയറി നോക്കാം. ഇവിടെ എന്തോ ചേർച്ചുണ്ട്, ഇതിന്റെ സൈഡിൽ എന്തോ നല്ല വ്യൂ ഉണ്ട് തോന്നുന്നു. കുറെ പേര് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. നോക്കാം നമുക്ക് മെല്ലെ. ഓ മാൻ, ഈ ബാക്ക് സൈഡിൽ നല്ല രസം കേട്ടോ ഫോട്ടോസ്. ഇത് നല്ല രസാ ഫോട്ടോ. ഇയാളിന് മാറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒക്കെ എടുക്കും. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ അവരെല്ലാം പോയി ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം
മുകളിൽ പോയി നോക്കാം. ഇവിടെ ഇപ്പൊ ടൈം 11:30. നമ്മൾ എത്ര മണിക്ക് എത്തി ഇവിടെ? നൈസ്. നോക്കേ ആ, എന്ത് രസം നോക്കേ. ഇവിടുന്ന് എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല. ഇവിടെ എല്ലാ സ്ഥലവും അങ്ങനെ തന്നെ. നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തിട്ട് മതിയാവുന്നില്ല. ഇതെല്ലാം നോക്കുന്നത് രസത്തിൽ അവര് ചെയ്ത് വെച്ചിട്ടുള്ളത്. കഴിവ് ഭയങ്കര രസല്ലേ. ഓ ഇതാണോ ഈ പറഞ്ഞ റിവർ? റിവറാണോ ലേക്കാണോ? സീ എന്നാ പറഞ്ഞ, ടിബിലിസി സീ. സീ ഇതല്ലേ കുറാ റിവർ എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ചേർച്ച് ഉണ്ട്. നമ്മൾ എടുത്ത ഫോട്ടോസ് എല്ലാം ഇതിന്റെ ലാസ്റ്റ് കാണിച്ചു തരാം. എങ്ങോട്ടാ നീ പോണേ? അടിപൊളിയാ, നല്ല ഫോട്ടോസ്. വാവ്, നല്ല വ്യൂ ആണ്. ഇത് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു തിബ്ലിസി ഫുള്ള് കാണുന്നുണ്ട്. ഓ ഈ ഫ്ലവേഴ്സ് എന്ത് ഭംഗിയാ കാണാൻ. നിങ്ങൾക്ക് ഇതില് അത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കാണാത്ത തിബ്ലിസിന്റെ ഒരു ഏരിയ ആണ്. ഇങ്ങനെ ഫ്ലാറ്റും ഇതുമുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഇതാണ് ടിബ്ലിസി സീ. സീ എന്ന് പറയുമ്പം ഇത് ഒറിജിനൽ സീ അല്ല, ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ്. 1953 വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കിയ ഒരു മാൻമെയ്ഡ് ലേക്ക്. പക്ഷേ ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ കടൽ പോലെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം ഇതിന് തിബ്ലിസി സീ എന്ന് പേര് വന്നത്. ഇത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയുടെ തൊട്ട് സൈഡിൽ തന്നെയുള്ള ഒരു വ്യൂ ആണ്. അപ്പം നമ്മൾ അങ്ങനെ അവിടെ ഇരുന്ന് ഈ വ്യൂ എല്ലാം ആസ്വദിച്ച് ഇനി നെക്സ്റ്റ് സ്ഥലത്തേക്കാണ് പോയത്. നെക്സ്റ്റ് പോയത് മെയ്ദാൻ ബസാർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അതായത് ജോർജിയയുടെ ഒരു മാർക്കറ്റ്, നമുക്ക് പർച്ചേസ് എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ടായിട്ട് കൊടുക്കും. അപ്പോൾ ജോർജിയയിൽ വരുന്നവർ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളൊരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ലവേഴ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.